അമ്പോ ഒരു യമണ്ടം പെരുമ്പം പെര വിഴുങ്ങി കിടക്കുന്നതാണേ. എന്നെ സൈസൊന്ന് നോക്കിയേ, കാര്യമായിട്ട് എന്തോ വിഴുങ്ങിയിട്ടുണ്ട്. പെരുമ്പം പെര വിഴുങ്ങി കിടക്കുന്നതെന്ന് പറഞ്ഞു കേട്ടിട്ടില്ലേ, അത് ഇങ്ങനെയാട്ടോ, അനങ്ങാൻ വയ്യാതെ. നോക്കി എൻ്റെ തല കണ്ടോ, ആ തലയും അതുപോലെ തന്നെ വിഴുങ്ങി കിടക്കുന്ന സാധനത്തിൻ്റെ വലിപ്പം തമ്മിലുള്ള കമ്പാരിസൺ ഒന്ന് നോക്കി. ഇത്രയും വലിയ സാധനം എങ്ങനെ ഈ വായിൽ കൂടെ അല്ലെ തലയിൽ കൂടെ വിഴുങ്ങി അകത്ത് പോയി എന്നുള്ളത് ഒരു കൗതുകമായിരിക്കും അല്ലേ. പെരുമ്പാമ്പിൻ്റെ തലയിൽ അല്ലെങ്കിൽ ഈ വായ്ക്കും അതിനോട് ചുറ്റുവട്ടത്തുള്ള കഴുത്തിലെ മസിൽസും ഒക്കെ ഭയങ്കര ഇലാസ്റ്റിക്കാണ്. താടിയെല്ലും ഒക്കെ എക്സ്പാൻഡ് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് തന്നെ അതിലൂടെ എത്ര വലിയ ഇരേനെ നേരെ സൈഡിലേക്ക് എത്തിക്കാൻ പറ്റുമേ. നമ്മുടെ ഗൈഡുമാർ പറഞ്ഞത് ഒന്നുകിൽ ബന്ദർ, അതായത് കുരങ്ങ്, ലങ്കൂർ, അതല്ലെങ്കിൽ മാന്. അപ്പോൾ വലിപ്പം വെച്ച് നോക്കുമ്പോൾ ഇതിനെ ഒരു മാനിനെ വിഴുങ്ങിയിട്ട് കിടക്കുന്നതാവാനാണ് സാധ്യത എന്നാണ് കേട്ടോ പറഞ്ഞത്. ഇന്ത്യൻ റോക്ക് പൈത്തൺ അല്ലെങ്കിൽ മലയാളത്തിൽ മലമ്പാമ്പ്, പെരുമ്പാമ്പ് എന്നൊക്കെ പറയുന്ന ഇത് ശരിക്കും മനുഷ്യരെ അറ്റാക്ക് ചെയ്യാറില്ല കേട്ടോ. പൂർണ്ണ വളർച്ച എത്തിയത് ഒരു 3-4 മീറ്റർ വരെയൊക്കെയാണ് മാക്സിമം വളരാറ്. അതുപോലെ തന്നെ ഒരിക്കൽ ഇര പിടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആഴ്ചകളോളം അല്ലെങ്കിൽ മാസങ്ങളോളം പിന്നെ ഇര പിടിക്കാതെ ഭക്ഷണം കഴിക്കാതെ ജീവിക്കാൻ ഇതിന് പറ്റുവേ.